Hello everyone, ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്ങിനെ കുറിച്ചിട്ടാണ്. ഈ വീഡിയോയിൽ എന്താണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്, വെൻ ഡസ് ഇറ്റ് ഹാപ്പൻ, ഓൾസോ വി ക്യാൻ ഡിസ്കസ് വാട്ട് ഈസ് ഇറ്റ്സ് പർപ്പസ് in an operating system. Okay, the process of saving the context of one process and loading the context of another process is known as context switching. ഒരു പ്രോസസ്സ് സി പി യുവിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യുക. ഇൻട്രപ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ആ പ്രോസസ്സിന് എന്തെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹയർ പ്രയോറിറ്റി പ്രോസസ്സ് വരികയാണെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യും, കറൻ്റ്ലി സി പി യുവിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റേറ്റിനെ സി പി യുവിൽ സേവ് ചെയ്ത് വെക്കുകയും അറ്റ് ദ സെയിം ടൈം അനദർ പ്രോസസ്സിനെ ഹയർ പ്രയോറിറ്റി പ്രോസസ്സിനെ സി പി യുയിലേക്ക് ലോഡ് ചെയ്യുകയും ചെയ്യും എക്സിക്യൂഷന് വേണ്ടിയിട്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം ഇവിടെ. അതായത് ഇപ്പോൾ P1 എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് സി പി യുയിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. P2 എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ഹയർ പ്രയോറിറ്റി പ്രോസസ്സ് വരികയാണെങ്കിൽ സി പി യു എന്ത് ചെയ്യും, P1ൻ്റെ എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് P1നെ സി പി യുയിൽ P1ൻ്റെ സ്റ്റേറ്റിനെ സി പി യുയിൽ സേവ് ചെയ്ത് വയ്ക്കും. അറ്റ് ദ സെയിം ടൈം P2നെ സി പി യുയിലേക്ക് എക്സിക്യൂഷന് വേണ്ടിയിട്ട് ലോഡ് ചെയ്യും. ഈ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. P1നെ ഇവിടെ സേവ് ചെയ്ത് വയ്ക്കുന്നത് എന്തിനാണ്, എപ്പോഴാണോ P2ൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അറ്റ് ദ സെയിം ടൈം P1 എന്ത് ചെയ്യും, എവിടെ വെച്ചിട്ടാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്ന് എൻ്റെ എക്സിക്യൂഷൻ അഗെയിൻ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഈ പ്രോസസ്സിനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും എന്താ കാണാൻ കഴിയുന്നത്, ഇപ്പോൾ P1 P2 എന്ന് പറഞ്ഞ രണ്ട് പ്രോസസ്സ് ഉണ്ടെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെ സേവ് സ്റ്റേറ്റും നെക്സ്റ്റ് പ്രോസസ്സിൻ്റെ റീസ്റ്റോർ സ്റ്റേറ്റാണ് ഓർ ലോഡിംഗ് സ്റ്റേറ്റുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ദർ ഈസ് എ സ്വിച്ചിങ് ബിറ്റ്വീൻ ടു പ്രോസസ്സസ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സിനെ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്ങിൽ രണ്ട് സ്റ്റേറ്റ് ആണുള്ളത്. ഒരു പ്രോസസ്സിൻ്റെ സേവ് സ്റ്റേറ്റും നെക്സ്റ്റ് അനദർ പ്രോസസ്സിൻ്റെ ഒരു റീസ്റ്റോർ സ്റ്റേറ്റും. ഇനി എപ്പോഴൊക്കെയാണ് ഒരു കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് സംഭവിക്കുക, വെൻ എ ഹയർ പ്രയോറിറ്റി പ്രോസസ്സ് കംസ് ടു റെഡി സ്റ്റേറ്റ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഹയർ പ്രയോറിറ്റി പ്രോസസ്സ് വരികയാണെങ്കിൽ ലോവർ പ്രയോറിറ്റി പ്രോസസ്സ് അവിടെ പ്രിയംപ്റ്റ് ചെയ്ത് ഹയർ പ്രയോറിറ്റി പ്രോസസ്സിനെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അല്ലെങ്കിൽ ഇൻറ്ററപ്റ്റ് ഒക്കേഴ്സ്. ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. ഇപ്പോൾ ഒരു പ്രോസസ്സിന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പ്രോസസ്സ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും. എപ്പോഴാണോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ അഗെയിൻ സി പി യുവിൽ ലോഡ് ചെയ്ത് എക്സിക്യൂഷൻ അഗെയിൻ സ്റ്റാർട്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുക. ഓക്കെ.